ഹലോ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് കോൺവാളിലാണ്. കോൺവാളിൽ ലാൻസെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ലാൻസെൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് UK ഒരു എൻഡാണ്, ലാസ്റ്റ് എൻഡാണ്. ഇതിനപ്പുറത്തേക്ക് UK ഇല്ല. നമ്മുടെ UK മുനമ്പിലാണ് നിൽക്കുന്നതെന്ന് പറയാം, ഒരു എൻഡിൽ. നമ്മുടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുന്ന പോലെ ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ UK ഒരു എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലാൻസെൻ്റാണ്. ഇതിൻ്റെ അങ്ങേ എൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോണോ ഗ്രോട്ടസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാൻസെൻറ്റിലാണ്, അതായത് കന്യാകുമാരിയിലാണെന്ന് പറയാം, ഇന്ത്യനെ വെച്ച് പറയുകയാണെങ്കിൽ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്ന വീഡിയോ മൊത്തം ലാൻസെൻറ്റിൻ്റെ ആണ്. അപ്പോൾ ലാൻസെൻ്റ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ, അവർ ഡ്രീംസ് ആൻഡ് ഡയറീസ്. വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് നമ്മൾ ലാൻസെൻ്റ് ലക്ഷ്യമാക്കി നടക്കുകയാണ്. ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിലാണ് ലാൻസെൻ്റ് ഇരിക്കുന്നത്. ചെറിയ ചെറിയ ഷോപ്പുകളും കുട്ടികൾക്കുള്ള കുറേ എൻ്റർടൈൻമെൻറ്റുള്ള കാര്യങ്ങളും ഷോപ്പിംഗ് സെൻറ്ററുകളൊക്കെ ആയിട്ട് നല്ല രസമായിട്ടാണ് ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ. നമ്മൾ നല്ല രാവിലെ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകളുടെ എണ്ണം കുറവായിരുന്നു ഇവിടെ. പിന്നെ കൂടാതെ ഒരു ചെറുതേപോലെ കോടമഞ്ഞൊക്കെ വന്നിങ്ങനെ പോലത്തെ ഒരു അന്തരീക്ഷമായിരുന്നു. നല്ല രസമായിരുന്നു വന്ന ടൈം. ഇവിടെ സൈൻ പോസ്റ്റിൻ്റെ അവിടെ പോയി നിന്നിട്ട് ഫോട്ടോ എടുക്കലാണ്. നമ്മുടെ പേരൊക്കെ എഴുതി വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതാണ് ഇവിടെ വരുന്നവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ തിരക്കൊക്കെ ആവുന്നതിന് മുമ്പ് അവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയി. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ക്യൂ ആയിരുന്നു ഈ പോസ്റ്റ് മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ആ ക്യൂവിൽ നിന്ന് ഒരു ചെറിയ ഫീസൊക്കെ അടച്ചിട്ട് നമ്മൾ നമ്മുടെയും ഫോട്ടോ എടുത്ത് അവിടെ നിന്ന്. ഈ സൈൻ പോസ്റ്റിന് അടുത്ത് തന്നെയായിട്ട് ഒരു ഷോപ്പുണ്ട്. അതിനകത്താണ് നമുക്ക് ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കിട്ടുന്നത്. അവിടെ ഒരു ചെറിയൊരു സോനിയർ ഷോപ്പ് കൂടിയാണ്. നമ്മളും ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറി നമ്മുടെ ഫോട്ടോ എടുത്തു, ഒരു സോനിയറൊക്കെ മേടിച്ചു. അടുത്ത് ഇവിടുന്ന് ഒരു 100 മീറ്റർ മാറിയിട്ട് മറ്റൊരു റിഫ്രഷ്മെൻറ്റ് ഹൗസ് ഉണ്ട്, ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് റിഫ്രഷ്മെൻറ്റ് ഹൗസ് എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയിട്ട് നടക്കുകയാണ്. ജസ്റ്റ് ഒരു 100 മീറ്റർ ഉണ്ടായിരുന്നത്. നടന്ന് നമ്മൾ അവിടെ എത്തി. അവിടെ നല്ല കാറ്റും തണുപ്പൊക്കെ ഉണ്ടെങ്കിലും നല്ല രസമാണ് അവിടെ നിന്നിട്ട് കടലിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ മലയുടെ സൈഡിലുള്ള പൂക്കളും ആ മലയൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ഇവിടെയും ഒരു ചെറിയ ഗിഫ്റ്റ് ഷോപ്പുണ്ട്. ജസ്റ്റ് നമ്മൾ അവിടെയും കയറി അതൊക്കെ കണ്ടു. അതിനുശേഷം നമ്മൾ തിരിച്ച് നേരത്തെ ആ സൈൻ പോസ്റ്റിന് അങ്ങോട്ടേക്ക് പോയി. ഷോപ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ആ സൈൻ പോസ്റ്റിന് അങ്ങോട്ടേക്കും അതുപോലെ കടലിലേക്കൊക്കെ നോക്കുമ്പോൾ കോട പോലെ ഇതുപോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമായിട്ടോ അവിടെ നിൽക്കാനുള്ള, നല്ല ആംബിയൻസ് ആയിരുന്നു അവിടെ. നിറയെ ഫുഡ് സെൻ്ററുകളും റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പല സ്ഥലത്ത് ചെന്നിട്ടുള്ള കടലിലേക്കുള്ള വ്യൂ പല രീതിയിലും ഭംഗിയാണ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാ സൈഡിലൂടെയൊക്കെ നടന്ന് കടലൊക്കെ കണ്ട് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി ഇവിടെയുള്ളതൊരു മ്യൂസിയമാണ്. പലവരും ഈ 2 എൻഡിലേക്കും നടന്നും സൈക്കിളിലും വീൽ ചെയറിലും പല പല വണ്ടികളിലായും പല പല ഉദ്ദേശങ്ങളോട് കൂടി, ചിലരൊക്കെ പ്ലാസ്റ്റിക് എല്ലാം പെറുക്കി വരുന്ന നഗരങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് അങ്ങനെ പല പല രീതിയിൽ ഗിന്നസ് റെക്കോർഡിൽ വരെ പേരുകളൊക്കെ മേടിച്ചുകൊണ്ട് പലരും ഈ എൻഡ് ടു എൻഡ് യാത്രകൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പോയ വർഷങ്ങൾ, അവരെടുത്ത സമയം, അവരേത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്തിരുന്നത്,
എന്നൊക്കെ തുടങ്ങിയിട്ടുള്ളത്. ആ മ്യൂസിയം നല്ല രസമായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ യാത്ര ചെയ്ത രീതികൾ നമ്മൾ അത്ഭുതപ്പെടുത്തും. അടുത്ത് നമ്മൾ പോകുന്നത് ക്രാഫ്റ്റ് വർക്ക്സും അതേപോലെ തന്നെ ഒരു ഗ്രീൻ ഫാമും കാണാൻ വേണ്ടിയിട്ടാണ്. തൊട്ട് ചേർന്നുള്ള സ്ഥലമാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം. ഒരാൾ അവിടെ ഇരുന്ന് കുറേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളി അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അതൊക്കെ കാണാം. അതിൻ്റെ അടുത്ത് തന്നെ അവരുണ്ടാക്കുന്ന ഓരോ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പും ഉണ്ട്. ലാൻഡ്സിന് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് കാണാനായിട്ട്. ഒരു ഹാഫ് ഡേ ഒക്കെ വേണ്ടി വരും ഇവിടെ മൊത്തം കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ കുറച്ച് നേരത്തെ വരികയും ചെയ്യണം. ഈ സൈൻ പോസ്റ്റിനൊക്കെ അവിടെ ഞങ്ങൾ പോരാറായപ്പോഴത്തേക്കും ഭയങ്കര ക്യൂ ആയിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴാണ് അവിടെ തിരിച്ചു വന്നത്. അപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു. അപ്പോൾ കുറച്ച് നേരത്തെ എത്താൻ നോക്കണം. അങ്ങനെ ലാൻഡ്സിലെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.